അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കലെ ഒരു സംഭവമായിട്ട് തൻ്റെ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ ചെന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് വഹി ഇറക്കണം. യാ മൂസ ഹൽ അലിംത ലി അമലൻ ഖത്ത്. ഓ മൂസാ നബി, നക്കുബേനായിട്ട് നിങ്ങൾ അമൽ ചെയ്യുന്നതാണ്, എന്തെങ്കിലും ഒരു അമൽ. മൂസാ നബി അലൈഹി സ്വലാം ചെന്ന് യാ ഇലാഹി ഇന്നി സ്വല്ലൈതു ലക വസുംതു വതസദ്ദഖ്തു വസക്കൈതു. പഠിച്ചവനെ, നിക്കായിട്ട് പേനായിട്ട് ഞാൻ നിസ്കരിച്ചില്ല, നോമ്പ് നോക്കില്ല, സ്വതക്ക ചെയ്യുന്നില്ല, സക്കാത്ത് കൊടുത്തില്ല, ഇതെല്ലാം നിക്കായിട്ട് പേനായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല ഇന്ന സ്വലാത്ത ലക. ഓ മൂസാ നബിയെ, നിങ്ങൾ നിസ്കരിച്ചത് അത് നിങ്ങൾക്ക് പേനായിട്ട്, നിങ്ങൾ നോമ്പ് നോക്കിയത് അത് നിങ്ങൾക്ക് പേനായിട്ട്, അതെല്ലാം നിങ്ങൾക്ക് പേനായിട്ടല്ലേ, അത് നിങ്ങൾക്ക് കൂലി കിട്ടും, നിങ്ങൾ സ്വന്തം കിട്ടും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമു വിഷയക്കാർക്ക് മനസ്സിലായില്ല. തീർച്ചയ്ക്കെടുത്ത് യാ ഇലാഹി ദുല്ലനി അല അമലിൻ വലക. പഠിച്ചവനെ, അപ്പം എനിക്ക് നക്ക് നിക്ക് പേനായിട്ടുള്ളതായ അമൽ എന്തേ അതൊന്ന് പഠിപ്പാട്ടിത്ത. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹു ചെന്ന ഹൽ വലൈതലി വലിയൻ. ഓ മൂസാ നബിയെ, നിങ്ങൾ നല്ല ഇഷ്ടദാസന്മാരെ നിങ്ങൾ സ്നേഹിച്ചതാണ്. ഹൽ ആദൈത ഫി അദുവിൻ. നല്ല ശത്രുക്കളെ നിങ്ങൾ എന്താക്കിയ ഭാഗ്യവെച്ചതാണ്, അഥവാ നല്ല ശത്രു നിങ്ങൾ ദ്വേഷിച്ചതാണ്. ഫഅലിമ മൂസാ നബി അലൈഹി സ്വലാം ഉറപ്പിച്ചിട്ട് അന്ന അഫ്ളൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഉറപ്പിച്ചിട്ട് അള്ളാഹുബേനായിട്ട് ഒരാളെ സ്നേഹിക്കലും അള്ളാഹുബേനായിട്ട് ഒരാളെ ദ്വേഷിക്കലും അത് അമലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാളെ നിങ്ങൾ സ്നേഹിക്കൽ അള്ളാഹുബേനായിട്ട് ചെന്ന് അയാളോട് നല്ല മനുഷ്യ, പഠിച്ചവൻ്റെ ഇബാദത്തെടുത്ത് ഒരു അള്ളാഹുടെ ഇഷ്ടദാസ എന്ന് നിനക്ക് അയാളെ സ്നേഹിക്കണം. അതുപോലെ ഒരാളെ നിങ്ങൾ എന്താക്കണേ ദ്വേഷിക്കൽ എന്ന് അയാൾ അള്ളാഹുടെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യമായിട്ട് കിട്ടും. അപ്പോൾ അള്ളാഹുബേനായിട്ട് ഒരാളെ സ്നേഹിക്കലും അള്ളാഹുബേനായിട്ട് ഒരാളെ ദ്വേഷിക്കലും അത് ശ്രേഷ്ഠമായ അമലായിട്ടിക്കട്. ഒരു ഹദീസിൽ കാണുന്നു വജദ ഹലാവത്തുൽ ഈമാൻ. പടച്ചറബൂബേനായിട്ട് ഒരാളെ സ്നേഹിക്കലും പടച്ചറബൂബേനായിട്ട് ഒരാളെ ദ്വേഷിക്കലും അങ്ങനെ ദ്വേഷിക്കലത് യഥാർത്ഥത്തിൽ ഈമാൻ്റെ മാധുര്യത്തെ അവൻ എത്തിക്കും. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചൊല്ലു വല്ലാഹി ലൗ സുംതു നഹാറ ലാ ഉഫ്തിറു വഖുംതു ലൈല ലാ അനാമു. ഞാൻ നിരന്തരമായിട്ട് പകലിൽ നോമ്പ് നോക്കിയ, നിരന്തരമായിട്ട് ജാവിടി ഞാൻ നിസ്കരിച്ച്, വംഫഖ്തു മാലി എൻ്റെ മുതൽ സർവ്വതിനും ഞാൻ എന്താക്കിയ ചെലവാക്കിയ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. എന്നിട്ട് അമൂത്തു യൗമ അമൂത്തു അലൈസ ഫീ ഖൽബി ഹുബ്ബുലി അഹ്ലി ത്വാഅത്തില്ലാഹ്. ഞാൻ മരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഖൽബിൽ ത്വാഅത്തിൽ അഹ്ലുകാർ അള്ളാഹുടെ ഇഷ്ടദാസന്മാരൊട്ട നക്ക് സ്നേഹമില്ലണ്ടായെങ്കിൽ പിന്നെ മാനഫഅനി ദാലിക ശൈഅൻ. ഈ അടുത്ത് ഇബാദത്തൊന്നും നമുക്ക് ഉപകാരം കിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഞങ്ങൾ ഇബാദത്ത് അള്ളാഹുവിൻ്റെതായ ഇബാദത്ത്, ആ ഇബാദത്തിൽ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലായിട്ട് ഞങ്ങൾ അള്ളാഹുടെ ഇഷ്ടദാസന്മാരായ ഉലിയാക്കന്മാരെയും മഹാന്മാരെയും സ്നേഹിക്കൽ, അങ്ങനെ പിന്നെ കൽബിൽ അങ്ങനെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവ സ്നേഹം നമുക്ക് എപ്പോഴും പേരും. അതുകൊണ്ടല്ലേ അൽ-കഹഫിൽ ഉള്ളതായ പിന്നെ 7 ബാലക്കാർ, ആ 7 ബാലക്കാരെ സ്നേഹിച്ചതായ 8ാമത്തെ ഒരു നായുണ്ട്. ആ നായി ആ ബാലക്കാരോട് കൂടെ നടത്തി, അങ്ങനെ സ്നേഹിച്ചിട്ട് ആ നായുടെ ആട്യങ്ങളും ആ നായി അങ്ങനെ പുരോഗതി പോയിട്ട്, കാരണം അങ്ങ് അള്ളാഹുടെ ഇഷ്ടദാസന്മാരായിട്ട് മാറി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അങ്ങനെ സ്നേഹിച്ചത് കൊണ്ട് ആ നായും സ്വർഗത്തിൽ കടന്നിട്ട് കിത്തുമീറിൻ്റെ നായുടെ പേര് ആ നായി സ്വർഗത്തിൽ നായായിട്ട് എന്ത് ആ നായി ചെയ്യുന്ന അമലെന്തരെ ആ നായി ആ മഹാന്മാരെ സ്നേഹിച്ചപ്പോൾ മഹാന്മാരെ സ്നേഹിച്ചെങ്കിൽ അങ്ങനോട് കൂടി സ്വർഗത്തിൽ കടക്കുള്ള അവകാശം കിട്ടും. ഇത് ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ വലിയ ആൾമാർ, ഞങ്ങൾ നിസ്കാരം മുണ്ടത്തെ കലയും പിന്നെ പൊക്കൽ തോൽ താടിയും വെച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ മഹാന്മാരെ ഇകയത്തിലുണ്ടായെങ്കിൽ അങ്ങനെ നിസ്സാറാക്കലുണ്ടായെങ്കിൽ അങ്ങനെ ഞങ്ങൾ ദൂരൊട്ടിക്കലേ അങ്ങനെ സംബന്ധിച്ചൊരു ഗൗരവം ഞങ്ങൾക്ക് ഇല്ലാണ്ടായെങ്കിൽ അതൊന്നും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഷയിൽ മാ നഫഅനി ദാലിക ഷൈഅൻ
നിങ്ങൾക്ക് ഒന്നും ഒരു ഉപകാരം കിട്ടില്ല. നാലാമലാകും അള്ളാഹുടെ മുഖത്തൊന്നും ഉപകാരം കിട്ടില്ല. കാരണം അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരെ നാം സ്നേഹിച്ചില്ല. ഇബ്ലീസിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇബ്ലീസ് എത്ര വലിയ ഇബാദത്തുകാരൻ. പക്ഷേ എന്തായിട്ട് ഇബ്ലീസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയൊരു ദുർഘടനയായിട്ട് ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കുന്ന ആ സന്ദർഭത്തിൽ ഇബ്ലീസ് വ്യഭിചാരിയ. ബാക്കിയുള്ള മലായിക്കത്തും ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിച്ചിട്ട് ഇബ്ലീസിനെ ബഹുമാനിക്കില്ല ചെന്ന അതോടുകൂടെ അവൻ ശാശ്വതമായിട്ട് പരാജിതാത്മാരിൽ പെട്ടുപോയ. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുബേനായിട്ട് നാം അള്ളാഹുടെ മഹാന്മാരെ സ്നേഹിക്കണം, നമുക്ക് ഗൗരവിക്കണം, അവരെ ആദരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. മഹാന്മാരെ സ്നേഹിച്ച് ഞങ്ങളോടൊപ്പം സ്വർഗ്ഗത്ത് ഒരുമിച്ച് പോലുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.